ഇന്ത്യയുടെ ബഹുസ്വരത എന്ന് പറയുന്നത് അത് ലോകത്തിന് വെളിവായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സൈന്യം എത്രത്തോളം നോൺ പൊളിറ്റിക്കൽ ആണ് എന്നുള്ളത് ലോകത്തിന് മുഴുവൻ അറിയുന്ന കാര്യമാണ്. നമ്മുടെ സൈന്യത്തിൻ്റെ ചരിത്രവും അതാണ്. ഒരേ സമയം സ്വാതന്ത്ര്യം ലഭിച്ച രണ്ട് രാജ്യങ്ങളാണല്ലോ ഇന്ത്യയും പാകിസ്ഥാനും, ഒരേ കൊളോണിയൽ ഭരണ സംവിധാനത്തിൽ നിന്ന്. ആ രാജ്യം എത്രത്തോളം ഒരു അധോഗതിയിലേക്ക് പതിച്ചുപോയി, ആ രാജ്യത്തിൻ്റെ സൈന്യം എത്രത്തോളം വികലമാക്കപ്പെട്ടു എന്നുള്ളത് വ്യക്തമായിരുന്നു ഈ കാലഘട്ടങ്ങളിൽ അത്രയും. അതേസമയമാണ് ഇന്ത്യയുടെ സൈന്യം നടത്തുന്ന ഓരോ പ്രവർത്തനം മാത്രമല്ല, ആ സൈന്യത്തിൻ്റെ ഓരോ സംസാരവും പെരുമാറ്റവും അവരുടെ രൂപവും വരെ നമ്മൾ ലോകത്തോട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞു വെച്ചത് രണ്ട് സ്ത്രീകളിലൂടെയാണല്ലോ. അവരെ തെരഞ്ഞെടുത്തതിൽ, അവർ നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ, ഇന്ത്യ നടത്തുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളിലും നമ്മൾ എത്രത്തോളം സൂക്ഷ്മമായിട്ടാണ് ഇക്കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവം കൂടിയല്ലേ ഇപ്പോൾ കടന്നുപോയത്. വീട്ടിൽ അക്കാര്യത്തിൽ സംശയം വേണ്ട. അതായത് ആദ്യം തന്നെ ഇന്ത്യ ഈ കാര്യത്തെ വിശദീകരിച്ചത് ഇത് ഇന്ത്യയിൽ മതസ്പർദ്ധ രൂക്ഷമാക്കാൻ വേണ്ടി, വർഗീയ കലാപങ്ങൾ, വർഗീയ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പാകിസ്ഥാൻ്റെ പിന്തുണയോടെ ഭീകരവാദികൾ ചെയ്ത കാര്യമാണ് എന്നതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ആ ഒരൊറ്റ പ്രഖ്യാപനത്തോടെ തന്നെ ഈ കാര്യത്തിൽ എത്ര വ്യക്തതയോടെയാണ് രാജ്യം നിൽക്കുന്നത് എന്നത് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. സൈന്യം അത് ആ മട്ടിൽ വിലയിരുത്തി ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോഴുണ്ടാകുന്ന സമാധാനം എന്ന് പറയുന്നത് ചില്ലറയല്ല. കാരണം പലതരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവുന്നുണ്ടല്ലോ. ഭീകരവാദികൾ ഇവിടേക്ക് കടന്നു വന്നിട്ട് ഓരോരുത്തരെയും മതം ചോദിച്ച് തരംതിരിച്ച് നിർത്തിയാണ് ആക്രമിച്ചത്. പക്ഷേ അപ്പോഴും നമ്മൾ ഓർക്കണം, അവിടെ പാകിസ്ഥാനിൽ നിന്ന് ഈ ഭീകരർ ഇവിടേക്ക് കടന്നു വന്ന് ഈ ആക്രമണമെല്ലാം നടത്തും ും അതിനെ ചെറുക്കാൻ മതത്തിനപ്പുറത്തുള്ള ഘടകങ്ങൾ അവിടെ തന്നെ പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്ക് കാണാമല്ലോ. അപ്പോൾ അതൊരു രാജ്യം എന്ന നിലയിൽ ഇന്ത്യ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നത് ഒരു സമ്പൂർണ്ണ മതരാഷ്ട്രമായി നിൽക്കുന്ന, ആ നിലയ്ക്ക് പരാജയപ്പെട്ട് നിൽക്കുന്ന പാകിസ്ഥാന് തിരിച്ചറിയാൻ പോലും പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഒരു ഐക്യത്തെ തകർക്കുക എന്നത് മാത്രമാണ് സുപ്രധാനമായ കാര്യം. ഇവിടെ ഹിന്ദുക്കൾ മാറി നിൽക്കൂ, അവരെ കൊല്ലാം എന്ന് തീരുമാനിക്കുമ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കളെല്ലാം കൂടെ ഇവിടുത്തെ മുസ്ലിങ്ങൾക്കെതിരെ തിരിയും എന്നാണ് പാകിസ്ഥാനിൽ ഈ ഭീകരവാദികളും ഈ അസീം മുനീർ അടക്കമുള്ള ആളുകളും ധരിച്ചു വച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തൊരവസ്ഥയാണത്. ഇപ്പോൾ ഇവിടെ 20 കോടി മുസ്ലിങ്ങൾ ജീവിക്കുന്ന രാഷ്ട്രമാണ് ഇന്ത്യ. ഒറ്റക്കെട്ടായി തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങളെ നേരിടുന്നത് എന്നത് ഈ ഒരു സംഭവത്തിലൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞു. മറ്റൊന്ന്, ഇന്ത്യക്ക് പല തരത്തിൽ ഇത് ഒരു നയപരമായ വിജയം കൂടിയാണ്. ഇന്ത്യ എന്താണ് എന്നത് സംബന്ധിച്ചുള്ള പല ചർച്ചകളും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ആഭ്യന്തരമായി പല പ്രശ്നങ്ങളും ഉണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞ കണക്കിനുള്ള ആളുകൾ ഇവിടെ സോഷ്യൽ മീഡിയയിലും തെരുവിലും ഒക്കെ തന്നെ നിങ്ങൾ കാണും. മതപരമായി ഈ കാര്യങ്ങളെ കാണുന്ന, അങ്ങേയറ്റം ജിങ്കോയിസ്റ്റിക്കായി ഈ ആക്രമണങ്ങളെ കാണുന്ന ആളുകളൊക്കെ കാണും. പക്ഷേ അതിനപ്പുറത്ത് ഈ രാഷ്ട്രത്തിൻ്റെ ഭരണകൂടം, ഈ രാഷ്ട്രത്തിൻ്റെ സേന എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കാണുന്നത് എന്നും രാഷ്ട്രം എന്ന നിലയിൽ എങ്ങനെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്നും ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞ ഒരു ഇടപെടലായി തന്നെ ഇതിനെ കാണാം. മാത്രമല്ല, ചെറിയ സമാധാനമല്ലല്ലോ എല്ലാവർക്കും. ഇപ്പോൾ നമ്മളിവിടെ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആഘോഷിക്കുകയല്ലോ, പാകിസ്ഥാനെ ആക്രമിച്ചങ്ങ് തകർത്ത് കളയാം എന്നുള്ളത് ആഘോഷിക്കുകയല്ല. ഒരു ഘട്ടത്തിലും നമ്മളത് ആഘോഷിച്ചിട്ടില്ല. ഈ സംഭവം ആരംഭിച്ചതിന് ശേഷം നമ്മൾ യുദ്ധം വേണ്ട എന്ന് തന്നെയാണ് നിലപാടെടുത്തിരുന്നത്. യുദ്ധം വേണ്ട എന്നതിൽ തന്നെയാണ് നമ്മൾ ഉറച്ചു നിന്നത്. ഓരോ ചർച്ചയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത്. അവിടേക്ക് നമ്മൾ ആക്രമണം നടത്തുമ്പോൾ തീർച്ചയായും അവിടുത്തെ ഭീകര താവളങ്ങൾ ആക്രമിക്കുന്നു, ഭീകരർ ആക്രമിക്കപ്പെടുന്നു, സിവിലിയന്മാർ ആക്രമിക്കപ്പെടുന്നില്ല എന്ന് സൈന്യം പറയുമ്പോൾ നമ്മൾ ആശ്വാസത്തോടെ തന്നെയാണ് കേട്ടത്. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഈ ഗാർഡിയൻ പത്രം ഈ ആക്രമണത്തെ സംബന്ധിച്ച്, ഈ സീസ് ഫയറിനെ സംബന്ധിച്ച്, ഈ വെടിനിർത്തലിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, തുടങ്ങുന്നത് ഇസ്ലാമാബാദിലെ ഒരു സുബൈദ ബീവിയുടെ വാക്കുകൾ കൂടി എടുത്തു പറഞ്ഞുകൊണ്ടാണ്. അതായത് അവരൊരു 45 വയസ്സുള്ള സ്ത്രീയാണ്. അവർ പറഞ്ഞിരിക്കുകയാണ് അത്രേ, വാർ ബ്രിങ്സ് നത്തിങ് ബട്ട് സഫറിങ്, വി ആർ ഹാപ്പി ആൻഡ് കാം ഈസ് റിട്ടേണിങ്, ഇറ്റ് ഫീൽസ് ലൈക്ക് ഈദ് ടു മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം സമാധാനത്തിലേക്കാണ് അവർ സഹിക്കുകയായിരുന്നു, അവർ കഷ്ടപ്പെടുകയായിരുന്നു. ആ സമാധാനത്തിലേക്ക് അവർ പോയി എന്ന് പറയുമ്പോൾ അതിന് തൊട്ടു പിന്നാലെ പറയുന്നത് സുൽഫിക്കർ അലി എന്ന കശ്മീർ നിവാസിയായ യുവാവിൻ്റെ വാക്കുകൾ കൂടിയാണ്. ആ കശ്മീർ നിവാസിയായ സുൽഫിക്കർ അലി എന്ന യുവാവ് പറയുന്നത്, ഫോർ അസ് പീസ് മീൻസ് സർവൈവൽ. മാത്രമല്ല, വി ഹാവ് സഫേർഡ് ഇനഫ്. അതായത് രണ്ടിടത്തും യുദ്ധം ഒന്നാണ്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ റിപ്പോർട്ട് തുടങ്ങുമ്പോൾ ഈ രണ്ടു പേരുടെയും കമൻറ്റുകളാണ് മുന്നിൽ കിടക്കുന്നത്. രണ്ടിടത്തും യുദ്ധം ഒന്നാണ്. അപ്പോൾ എല്ലാവരുടെയും ആ സമാധാനത്തിൻ്റെ ദിവസമായി തന്നെ ഇതിനെ നമുക്ക് കാണണം. അതേസമയം ഒരു യുദ്ധ വിജയം
എന്നത് അല്ലെങ്കിൽ ഒരു ഈ സംഘർഷത്തിലെ വിജയം, ഒരു യുദ്ധം എന്നതിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ കാർഗിൽ പോലും ഒരു നിയന്ത്രിത യുദ്ധമായിരുന്നു എന്ന് പറയാം. ഇതും ഒരു യുദ്ധമല്ല, ഇതൊരു സംഘർഷം മാത്രമായിരുന്നു. ഒരുപക്ഷെ ഡ്രോണുകളുടെ ഒരു യുദ്ധം എന്ന നിലയ്ക്ക് മറ്റൊരു തലത്തിൽ വിലയിരുത്താം. കാരണം ഏറ്റവും അധികം ഡ്രോണുകൾ പരസ്പരം ഏറ്റുമുട്ടിയ അല്ലെങ്കിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് പരസ്പരം ഏറ്റുമുട്ടിയ ഒരു യുദ്ധം ഒരുപക്ഷെ ലോകം കണ്ടിട്ടുള്ളത് ഇതായിരിക്കും. ഇരു ശക്തികളും, രണ്ട് ആണവ ശക്തികൾ തമ്മിൽ ഇങ്ങനെ ഡ്രോണുകൾ ഉപയോഗിച്ച് പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ച ഇവിടെ ആയിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാവുക. ആ നിലയ്ക്ക് ഈ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ യുദ്ധരീതികൾ സംബന്ധിച്ച്, ആയുധങ്ങൾ സംബന്ധിച്ച്, ആയുധ വ്യാപാരം സംബന്ധിച്ച് ഒക്കെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്ന തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടൽ നമ്മുടെ ഈ അതിർത്തിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് ഒരു ഏറ്റുമുട്ടൽ എന്നത് വാസ്തവമാണ്. പക്ഷേ ഒരിക്കലും ഒരു യുദ്ധത്തിൻ്റെ തലത്തിലേക്ക് കടന്നിട്ടില്ല. ആ യുദ്ധത്തിൻ്റെ തലത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇതുപോലെ തോന്നുന്നു എന്നും യുദ്ധം കഷ്ടപ്പാടല്ലാതെ മറ്റൊന്നും കൊണ്ടുവരില്ല എന്നും പാകിസ്ഥാനിൽ നിന്ന് ഒരു സ്ത്രീ പറയുമ്പോൾ ഇവിടെ ഞങ്ങൾക്ക് സമാധാനം എന്നാൽ അതിജീവനം എന്നാണ്, ഞങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ടു, ഇരു രാജ്യങ്ങളും വിവേകപൂർണമായ ഒരു തീരുമാനമെടുത്തതിൽ സന്തോഷമുണ്ടെന്ന് കാശ്മീരിലെ ഒരു യുവാവും കൂടി പറയുകയാണ്. അത് ഏറ്റവും സമാധാനത്തിൻ്റെ ഒരു ദിവസമാണിന്ന്. അതുകൊണ്ട് പക്ഷേ തീരുന്നില്ല. നമുക്ക് തീർച്ചയായും അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആരാണ് ഇന്ത്യയുടെ മണ്ണിലേക്ക് കടന്നു വന്ന് ആ ആക്രമണം നടത്തിയവർ? ആ 4 പേർ ആരാണ്? ആ ഭീകരർ അവരിപ്പോഴെവിടെയാണ്? അവരെ പറഞ്ഞു വിട്ടത് ആരാണ് എന്നത് സംബന്ധിച്ച്, അതുപോലെ അവിടെ വന്ന സുരക്ഷാ വീഴ്ച സംബന്ധിച്ചൊക്കെയുള്ള കൃത്യമായ വിശദീകരണങ്ങൾ ഇനി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ പൗരന്മാരെന്ന നിലയ്ക്ക് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ആ ചോദ്യങ്ങളിലേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ചകൾ കടക്കും എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. ഉറപ്പായും ഹർഷൻ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 26 ജീവനുകൾ അപഹരിച്ച് കശ്മീർ അതിൻ്റെ സമാധാനമെല്ലാം വീണ്ടെടുത്ത ഘട്ടത്തിലാണ് ആ വിധത്തിൽ ആ താഴ്വരയിൽ അശാന്തിയുടെ പുകപടലങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് പോയിന്റ് ബ്ലാങ്കിൽ വെടിയുതിർത്ത് അവർ ഓടിമറിഞ്ഞത്. അവരെ കണ്ടെത്തുക എന്നുള്ളത് ജനതയ്ക്ക് കൊടുക്കേണ്ട നീതിയാണ്. അതിനുള്ള നിരന്തരമായ ശ്രമം ഇന്ത്യയുടെ അന്വേഷണ സംവിധാനങ്ങൾ തുടരുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഈ സനീഷിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങിയെത്തുകയാണ്. സനീഷ്, ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ ആധുനിക കാലത്തെ സംഘർഷങ്ങൾ അത് ആയുധങ്ങൾ ഉപയോഗിച്ച് മാത്രമല്ല എന്ന് അടയാളപ്പെടുത്തിയ ഇന്ത്യൻ ജനതയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു ഏറ്റുമുട്ടലാണല്ലോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. ആധുനിക കാലത്ത് സൈബർ ഇടങ്ങളെയാണ് ആയുധങ്ങളെക്കാൾ കൂടുതൽ ഭയപ്പെടേണ്ടതെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു സമയമാണല്ലോ. വ്യാജ വാർത്ത എന്നുള്ളത് ഒരു അണുബോംബിനേക്കാൾ വലിയ വിനാശകരമാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല ഈ സംഭവം കൊണ്ട്. നിശ്ചയമായിട്ടും ബിരിൽ, അത് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന അവസാനമായി എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും പ്രതീക്ഷിക്കുന്ന ഈ ഒരു സംഘർഷ സാഹചര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപഫലങ്ങളിൽ ഒന്നായിട്ട് വേണം നമ്മൾ ഈ വ്യാജ വാർത്തകൾ എങ്ങനെ ഒരു യുദ്ധകാലത്ത് കാര്യങ്ങളെ നിയന്ത്രിക്കും എന്ന തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യം കൂടിയായിട്ട് ലോക രാഷ്ട്രീയത്തിന് മുന്നിൽ അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ ഈ സംഭവം നിൽക്കും. അത് നിശ്ചയമായിട്ടും അതങ്ങനെയാണ്. പക്ഷേ നമ്മൾ ചരിത്രത്തിൽ എല്ലായ്പ്പോഴും ഈ യുദ്ധകാലങ്ങളിൽ കണ്ടിട്ടുണ്ട്, വ്യാജ വാർത്തകൾ യുദ്ധത്തിൽ ബോംബുകൾ എന്ന പോലെ പ്രയോഗിക്കപ്പെടുകയാണ് എല്ലാ കാലത്തും ഉണ്ടാവുക. മുൻകാലങ്ങളിൽ വ്യാജ വാർത്തകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് തകർക്കാൻ എളുപ്പമായിരുന്നില്ല. കാരണം സാങ്കേതിക വിദ്യ, കള്ളം മാത്രമാണ് പ്രവർത്തിക്കുക. കള്ളം ചെരുപ്പിട്ട് അപ്പോഴേക്ക് അങ്ങനെയുള്ള ചൊല്ലുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കള്ളങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കാറുള്ളതെങ്കിൽ ഇപ്പോൾ പക്ഷേ സാങ്കേതിക വിദ്യ വളരെ വേഗത്തിലായതുകൊണ്ട് കള്ളങ്ങൾ വരുന്ന നിമിഷം തന്നെ പൊളിക്കാനും പറ്റും എന്ന കാര്യം കൂടെ നമ്മൾ കണ്ടു. അതായത് ആ അർത്ഥത്തിൽ കള്ളങ്ങൾക്ക് എത്ര വ്യാപന ശേഷിയുണ്ടോ അത്രയ്ക്ക് തന്നെ ശക്തി കൂടിയിട്ടുണ്ട് കള്ളങ്ങളെ പൊളിക്കുന്ന പ്രക്രിയക്കും എന്നുകൂടെ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമായി. ഇപ്പോൾ ലോക രാഷ്ട്രീയത്തിന് മുന്നിൽ നിരവധിയായിട്ടുള്ള കാരണങ്ങൾ, നിശ്ചയമായിട്ടും ഒരു വലിയ ഫുൾ സ്വിംഗ് വാറിലേക്ക്, യുദ്ധത്തിലേക്ക് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പോവുകയില്ല എന്ന് സമാധാനകാംക്ഷികളായിട്ടുള്ള നിരവധിയേറെ പേർ ലോകത്താകെ തന്നെയും പ്രതീക്ഷിച്ചിരുന്നു. ഇത് ഈ മട്ടിലൊരു സംഘർഷമായിട്ട് താഴ്ന്നു പോകണമേ, വീണ്ടും എസ്കലേറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ആഗ്രഹിച്ച നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. നിശ്ചയമായിട്ടും അതങ്ങനെ സംഭവിക്കുമായിരുന്നു എന്നിപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകം ഇനിയൊരു യുദ്ധത്തെ കൂടെ, ഏതെങ്കിലും രാഷ്ട്രങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന യുദ്ധത്തെ കൂടെ താങ്ങാൻ സജ്ജമായിരുന്നില്ല എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗാസയിലെ സംഭവ വികാസങ്ങൾ നമുക്ക് കാണാം. അവിടെ ചെറിയ കുട്ടികളടക്കമുള്ള ആളുകൾ അങ്ങേയറ്റം മനുഷ്യരാശിക്കാകെ, നമ്മുടെ ഇത്രയും കാലം മനുഷ്യരാശിയുടെ ചരിത്രത്തിനാകെ തന്നെയും വേദന ഉണ്ടാക്കുന്ന വിധത്തിൽ അവിടെ യുദ്ധം കുഞ്ഞുങ്ങൾക്ക് മേലും മറ്റുമൊക്കെ അതിരൂക്ഷമായിട്ടും അതിക്രൂരമായിട്ടും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. യുക്രൈനിലാണെങ്കിൽ അങ്ങനെയൊരു യുദ്ധം കൂടെ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയും സമാനമായ സാഹചര്യമാണുള്ളത്. ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രണ്ട് രാജ്യങ്ങൾ തമ്മിലൊരു ഫുൾ സ്വിംഗ് യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകത്തിനാകെ തന്നെയും താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അന്റോണിയോ ഗുട്ടറസ് ആണ്, യുഎൻ്റെ മേധാവി, ഐക്യരാഷ്ട്രസഭയുടെ മേധാവി. അത് അദ്ദേഹത്തിൻ്റെ മാത്രം വാക്കുകളല്ല, ലോകത്തിനാകെ തന്നെയും അങ്ങനെയാണ്. എന്ന് മാത്രമല്ല, അമേരിക്കയിൽ ഈ തീരുവയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ പുതിയ സംഭവ വികാസങ്ങളിൽ ട്രംപ് മുന്നിലേക്ക് എടുത്തു വെച്ച കാര്യങ്ങൾ അദ്ദേഹം തന്നെയും പൊള്ളി നിൽക്കുകയായിരുന്നു. ലോകത്തെ ആകെ തന്നെയും അത് സാമ്പത്തികമായിട്ട് ബാധിക്കുകയായിരുന്നു. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ തമ്മിൽ
പ്രത്യേകിച്ചും ആണവായുധ ശേഷിയുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു ഫുൾ സ്വിംഗ് യുദ്ധത്തിലേക്ക് പോവുക എന്നത് പോകുന്ന ആലോചന തന്നെയും സാമ്പത്തികമായിട്ട് ഇടിവുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിനാകെ തന്നെയും ഇത്തരത്തിലുള്ള ഒരു യുദ്ധത്തെ ഇത്തരത്തിലുള്ള യുദ്ധത്തെ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ അതിനെ താങ്ങാൻ പറ്റുന്ന സാഹചര്യമേ ആയിരുന്നില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഇത് ഇറ്റ്സ് നോട്ട് അവർ ബിസിനസ് എന്ന് പറഞ്ഞിരുന്ന അമേരിക്ക ഇക്കാര്യത്തിൽ താല്പര്യം കാണിച്ചു എന്ന് നമ്മൾ അറിയുന്നത്. മൂന്നാം കക്ഷിയൊന്നുമില്ല ഈ കാര്യത്തിലെന്നാണ് ഇന്ത്യ ഔദ്യോഗികമായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മളത് മുഖവിലക്കെടുക്കുക. പക്ഷേ എങ്കിലും ഇത് ലോകത്തിൻ്റെ ആകെ പ്രശ്നമായി വളരും എന്നതുകൊണ്ട് തന്നെ അമേരിക്കയാണെങ്കിൽ അമേരിക്ക, സൗദി ആണെങ്കിൽ സൗദി, എല്ലാവരും ആ നിലക്ക് ഇടപെടുമെന്ന കാര്യത്തിൽ നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ട്രംപും JD വാൻസും മാർക്കോ റൂബിയോയും ഒക്കെ അവരുടെ ട്വീറ്റുകളിലൂടെ പറഞ്ഞ പ്രകാരം അവരും ഇടപെട്ടിട്ടുണ്ടാകാം സ്വാഭാവികമായിട്ടും. അത് കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ സംഘർഷ സാഹചര്യം എന്നത് ഇന്ത്യയും പാകിസ്ഥാനെയും മാത്രം ബാധിക്കുന്നതല്ല, ലോകത്തെ ആകെ ബാധിക്കുന്നതായിരുന്നു. ലോകമാണെങ്കിൽ ഇനിയൊരു യുദ്ധം കൂടെ അല്ലെങ്കിൽ സംഘർഷം കൂടെ താങ്ങാനാകാത്ത വിധത്തിലുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയായിരുന്നു, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇടപെടും എന്ന കാര്യം ഉറപ്പായിരുന്നു. അമേരിക്ക ആ നിലക്കുള്ള ഇടപെടൽ ഞങ്ങളുടെ ബിസിനസ് അല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ് പരസ്യമായി നിന്നിടത്ത് നിന്ന് അമേരിക്ക ഇടപെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ ട്വിറ്റർ തുറന്നാൽ, എക്സ് തുറന്നാൽ ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം കൊടുക്കണം എന്ന മട്ടിൽ പാതി തമാശയായിട്ടും പാതി കാര്യമായിട്ടുള്ള ക്യാമ്പയിനും തമാശകളും ആരംഭിച്ചു കഴിഞ്ഞു. ഇതിപ്പോൾ ട്രംപിൻ്റെ ഇടപെടൽ കൊണ്ടോ അമേരിക്കയുടെ ഇടപെടൽ കൊണ്ടോ ഇത് മാറിപ്പോയി എന്ന് നമ്മൾ വിലയിരുത്തുന്നത് ശരിയല്ല. നിശ്ചയമായിട്ട് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട്, പക്ഷേ ആരാണോ ഇതിനുവേണ്ടി സംസാരിച്ചുള്ളത് അവരെല്ലാം ലോകത്തിൻ്റെ വലിയ നന്ദി അർഹിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ട്രംപിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം പറയാനുള്ളത്, ബറാക്ക് ഒബാമ സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം നേടിയ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്നിട്ടുണ്ട്. അദ്ദേഹം അധികാരത്തിലേക്ക് വന്നതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന് സമാധാനത്തിലെ നൊബേൽ പുരസ്കാരം കൊടുത്തത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് അമേരിക്ക തന്നെ പങ്കാളികളായിട്ടുള്ള ഒരുപാട് യുദ്ധങ്ങൾ നടന്നു. നേരത്തെ ഉണ്ടായിരുന്ന യുദ്ധങ്ങൾ ഡീഎസ്കലേറ്റ് ചെയ്ത് പോവുകയല്ല ചെയ്ത് അഫ്ഗാനിസ്ഥാനിലടക്കം ഒരുപാട് ആളുകളുടെ കൊലപാതകങ്ങളിലേക്ക് അമേരിക്ക നീങ്ങുകയാണ് ഉണ്ടായത്. ട്രംപ് വലിയ തോതിൽ എതിർക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയക്കാരനാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത് ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തി എന്നത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് ഒരു പേരുണ്ടാക്കി കൊടുക്കും എന്നതുകൊണ്ടായിരിക്കണം ഉടനടി തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് ഈ ട്രംപ് തന്നെയും പോസ്റ്റ് ഇട്ടത്, ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് ഇന്ത്യയുടെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതിനും മുമ്പ് തന്നെയും JD വാൻസ് ആണെങ്കിലും മാർക്കോ റൂബി ആണെങ്കിലും അമേരിക്കയുടെ പങ്ക് എന്നതിനെടുത്ത് മുന്നോട്ട് വെക്കാൻ അവർ ഉത്സാഹിക്കുന്നത് കാണുമ്പോൾ നിശ്ചയമായിട്ടും ഇതുകൊണ്ട് ഉണ്ടാക്കാവുന്ന പേരിൻ്റെ വലുപ്പം എന്താണ് ട്രംപിനും അമേരിക്കയ്ക്കും അറിയാം എന്നതാണ്. പലതരത്തിലുള്ള ചീത്തപ്പേരുകൾക്കകത്ത് നിൽക്കുന്ന ട്രംപിന് ഇതൊരു വലിയ തൂവലായിട്ട് സ്വന്തം തൊപ്പിയിലെടുത്ത് വെക്കാനാകും എന്ന കാര്യം അവർക്കറിയാമെന്നുകൂടെ വേണം മനസ്സിലാക്കാൻ. നിശ്ചയമായിട്ടും നമുക്ക് ഒരു യുദ്ധത്തിലേക്കൊക്കെ പോയാൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് നിശ്ചയമായിട്ടും ഈ രണ്ട് രാജ്യങ്ങളിലെ സാധാരണക്കാരായനെ എന്നതുകൊണ്ട് എന്ത് പേരിന് വേണ്ടിയാണ് അമേരിക്ക ഇത്തരം കാര്യങ്ങളിൽ നടത്തുന്നത്, അല്ലെങ്കിൽ മറ്റൊരു രാജ്യം അവകാശവാദവുമായിട്ട് വരികയാണെങ്കിൽ അത് ചെയ്യുന്നത് എന്നത് വെച്ചാൽ പോലും എന്തോ ആയിക്കൊള്ളട്ടെ, അവരോടെല്ലാം വലിയ നന്ദിയോടെയാണ് ഇരു രാജ്യങ്ങളിലെയും സാധാരണക്കാരായ മനുഷ്യർ ഇനി അങ്ങോട്ട് ഇത്രയും നാൾ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ഒരൊറ്റക്കെട്ടായി നിന്ന് നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടാണ് എന്ന് തെളിയിച്ചു കൊടുത്താണ്. ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ബദലഭിപ്രായങ്ങൾ ഈ നാട്ടിലുണ്ടായിരുന്നില്ല. നമ്മൾ കണ്ടതാണ്, നമുക്ക് പരിചയമുള്ള പരസ്പരം കൊമ്പുകോർക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ, നരേന്ദ്രമോദി സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിക്കുന്ന പ്രതിപക്ഷം എന്നത് അങ്ങനെ ഒരു സംഭവമേ ഇല്ലാതിരുന്ന കുറച്ച് ദിവസങ്ങളാണ് നമുക്ക് മുന്നിലൂടെ കടന്നുപോയത്. നമ്മൾ ഈ വാർത്ത 24 അവർ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരിടത്ത് പോലും ഒരു തരത്തിലുള്ള എതിരഭിപ്രായം പോലും വന്നില്ല എന്നത് നമ്മൾ പ്രത്യേകമായിട്ട് നോക്കേണ്ടതാണ്. കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് പഹൽഗാം ആക്രമണം കഴിഞ്ഞപ്പോൾ ചെറിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പക്ഷേ നമ്മളൊരു ഓപ്പറേഷനിലേക്ക് കടന്നതോടെ ഒരു തരത്തിലുള്ള വിമർശനങ്ങളും ഒരു ഭാഗത്തുനിന്നും വന്നില്ല. ഭരണപക്ഷം പ്രതിപക്ഷത്തെ എന്തെങ്കിലും പറയാനോ പ്രതിപക്ഷം ഭരണപക്ഷത്തെ പറയാനോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ എന്തെങ്കിലും ഒരു അപസ്വരം ഉയർത്താനോ തുനിഞ്ഞേയില്ല എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. സർവകക്ഷി യോഗത്തിനകത്ത് സമ്പൂർണ്ണമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിച്ച ശേഷമാണ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയത്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ഈ നിമിഷം തൊട്ട്, അതായത് യുദ്ധം സാഹചര്യത്തിൽ നമ്മൾ പിന്നോട്ട് പോകുന്നു, ലോകം നെടുവേർപ്പെടുന്നു, നിശ്വാസം പുറത്തേക്ക് രണ്ട് രാജ്യങ്ങളിലെയും സാധാരണക്കാർ പുറത്തേക്ക് വിടുന്നതോടെ ഇനി രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളുടെ വരവായിരിക്കും. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും മനോഹരമാക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഒരു ആപത്ഘട്ടം പുറത്തു നിന്ന് വരുമ്പോൾ ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിൽക്കുക എന്നത് ഒരു വലിയ കാര്യം ഇന്ത്യ ലോകത്തോട് കാണിച്ചു കൊടുത്തു. നമ്മുടേത് ബഹുസ്വരമായ സമൂഹമാണ്, ഞാൻ നേരത്തെയും പറഞ്ഞാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബഹുസ്വരത എന്ന് വെച്ചാൽ മതത്തിൻ്റെയും വിശ്വാസങ്ങളുടെയും ജാതി മത ഭേദങ്ങളുടെയും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളുടെയും ഒക്കെ ഉണ്ട്, പ്രദേശങ്ങളുടെ വ്യത്യാസമുണ്ട്, പക്ഷേ എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് നമ്മൾ നമ്മുടെ വൈജാത്യത്തെ ആഘോഷിക്കാൻ തുടങ്ങും, നമ്മൾ രാഷ്ട്രീയമായിട്ടുള്ള എതിരഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തുടങ്ങും. പക്ഷേ എന്തുകൊണ്ടാണ് ധാർമ്മികമായിട്ടും സൈനികമായിട്ടും പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ തോറ്റത് എന്ന് ചോദിച്ചാൽ, പാകിസ്ഥാനിലെല്ലാം ഇപ്പോഴും ഇന്ന് രാവിലെ പോലും ബഹുസ്വരത വല്ലാത്ത തോതിലുള്ള വൈരുദ്ധ്യാഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ പട്ടാളം പറഞ്ഞത് ഷെഹബാസ് ഷെരീഫ് അവരുടെ പ്രധാനമന്ത്രി ഈ ആണവായുധ സമിതിയുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു എന്ന് പറഞ്ഞു പട്ടാള മേധാവി. പട്ടാളം അങ്ങനെ ഒരു വാർത്ത പുറത്തേക്ക് വിട്ടു. ഖ്വാജ ഹുസൈൻ
തൊട്ടു പിന്നാലെ പറഞ്ഞു അങ്ങനെ ഒരു യോഗമേ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എല്ലായ്പ്പോഴും ഈ പാകിസ്ഥാൻ രാഷ്ട്രീയത്തിനകത്തെ ആഭ്യന്തര സംഘർഷങ്ങൾ എല്ലായ്പ്പോഴും അവരെ ഉലച്ചിരുന്നു. ഒട്ടും ഐക്യമില്ലാത്തൊരു രാജ്യമാണ് അങ്ങേയറ്റം ഐക്യത്തോടെ നിൽക്കുന്ന ഒരു രാജ്യത്തോട് പോരാടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പോരാടാൻ ശ്രമിക്കുന്നത് എന്നത് ഓരോ ഘട്ടത്തിലും വ്യക്തമായിരുന്നു. അവർ യാത്രാ വിമാനങ്ങളെ മറയാക്കിയിട്ട് ഡ്രോണുകൾ തൊടുത്തുവിടുക എന്ന അധാർമികമായ കാര്യം ചെയ്തപ്പോൾ ഒരു തരത്തിലും സിവിലിയന്മാർക്ക് അപകടമുണ്ടാകരുത് എന്ന മട്ടിലാണ് നമ്മൾ കാര്യങ്ങളെ ട്രീറ്റ് ചെയ്ത് അത് ഓരോ തവണയും പറയുകയും ചെയ്തു. ഇത്തരം സമാന സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ സംഘർഷ സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു എന്നതുപോലെ തന്നെ പ്രധാനമാണ് എന്ത് ചെയ്തെന്ന് പറയുന്നു എന്നത്. അതായത് നിങ്ങൾ പറയുന്ന വാക്കുകളും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെപ്പോലെ തന്നെ അത്രത്തോളം തന്നെ പ്രധാനപ്പെട്ടതാണ്. അതായത് വാക്കുകൾ വെറും വാക്കുകൾ മാത്രമല്ല. അതുകൊണ്ട് ഞങ്ങളൊരു വാർത്താ സമ്മേളനത്തിൽ സേന വന്നിരുന്നിട്ട് ഞങ്ങൾ സിവിലിയൻസിനെ ഉപദ്രവിക്കില്ല എന്ന് ആവർത്തിച്ച് പറയുന്നത് സിവിലിയൻസിന് ചെറിയ മട്ടിലൊരു യുദ്ധത്തിൽ എന്തോ അപകടമോ മറ്റോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ മറ്റോ ഉണ്ടായാൽ പോലും അതിനെ മറക്കുന്ന അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പോകുന്ന മാനുഷികതയുടെ തെളിവാണത്. അതായത് നമ്മൾ പറയുന്ന വാക്കുകൾക്ക് പോലും പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഓരോ ഘട്ടത്തിലും സിംബോളിക്കായിട്ടുള്ള വിജയം ആദ്യഘട്ടം മുതൽ തന്നെ ഇന്ത്യ നേടിക്കൊണ്ടേയിരുന്നു. ഈ സിംബോളിക്കായിട്ടുള്ള വിജയം അവരെ ഭയപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാനെ. അത് നിശ്ചയമായിട്ടും അവർക്ക് ഉണ്ടാക്കിയെടുക്കാനാകുന്ന ഒന്നല്ല. പാകിസ്ഥാൻ്റെ പിറവി തന്നെയും അധാർമികമായ സംഗതികളിലൂടെയാണ്. പാകിസ്ഥാൻ്റെ മുന്നോട്ട് പോക്കെല്ലാം ഈ പരസ്പരം പോരിൻ്റെ കാര്യമാണ്. അത് അവർ ആ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവെന്ന് കണക്കാക്കപ്പെടുന്ന മുഹമ്മദ് അലി ജിന്ന ആദ്യത്തെ പാർലമെൻറ്റിനകത്തെ അഭിസംബോധന പ്രസംഗത്തിൽ പറഞ്ഞത് പാകിസ്ഥാൻ ഒരു മതേതര രാഷ്ട്രമായിരിക്കും എന്നാണ്. പാകിസ്ഥാൻ മതരാഷ്ട്രം എന്ന നിലക്ക് സമരം നടത്തിയിട്ട് അധാർമികമായിട്ട് അക്കാലത്തെ മഹാന്മാരായിട്ടുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെ ഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയൊക്കെ ബുദ്ധിമുട്ടിച്ച് മുറിച്ചെടുത്ത് കൊണ്ടുപോയ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട വിഭജനത്തിലൂടെ ഉണ്ടാക്കപ്പെട്ട രാഷ്ട്രമാണ് പാകിസ്ഥാൻ. അത്തരം സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷവും മതപരമായിട്ട് ഇസ്ലാം മതത്തിന് വേണ്ടിയിട്ടുള്ള രാജ്യമാണ് എന്ന് പ്രഖ്യാപിച്ച് കൊണ്ടുപോയതിന് ശേഷവും ജിന്ന പക്ഷേ അവിടെ ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് ഇതൊരു മതേതര രാഷ്ട്രമായിരിക്കും, ഇവിടെ എല്ലാവർക്കും ഒരുപോലെ മുന്നോട്ട് പോകാനാകും എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിൽ പ്രസംഗിച്ചത്. ഇവിടെ ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളായിട്ടും മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളായിട്ടും ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികളായിട്ടും ജീവിക്കാനാകും പാകിസ്ഥാൻ്റെ മണ്ണിൽ എന്ന് പറഞ്ഞതിന് പിറ്റേ വർഷം പക്ഷേ അല്ലെങ്കിൽ പിറ്റേ ദിവസം തൊട്ട് അവിടെ ഈ മുസ്ലിം ടെററിസ്റ്റുകൾ തീവ്രവാദികൾ ഹിന്ദുക്കളെയും മറ്റ് മതവിശ്വാസത്തിൽപ്പെട്ട ആളുകളെയും തല്ലുകയും കൊല്ലുകയും ചെയ്യുന്ന നിരന്തര സംഭവമായിരുന്നു. ഒറ്റ കാര്യം കൂടി, അതായത് അവിടുത്തെ ആദ്യത്തെ നിയമമന്ത്രി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് മുസ്ലിം ലീഗിനോടൊപ്പം ചേർന്ന് പാകിസ്ഥാൻ വിഭജനത്തോടൊപ്പം പോയ ഒരു നേതാവായിരുന്നു അവിടുത്തെ ആദ്യത്തെ നിയമമന്ത്രി. അംബേദ്കറിൻ്റെ കൂടെ ശിഷ്യനായിട്ടുള്ള മൊണ്ടാൽ എന്ന് പറയുന്ന നേതാവ്. അദ്ദേഹത്തിന് തന്നെയും നിയമമന്ത്രി അവിടുത്തെ ഭരണഘടന ഉണ്ടാക്കിയതിനു ശേഷം ഒളിച്ചോടി വീണ്ടും ഇന്ത്യയിലേക്ക് വരേണ്ടി വന്ന സാഹചര്യം അദ്ദേഹം ഹിന്ദു ആയതുകൊണ്ട് ഉണ്ടായി എന്നതൊക്കെ ചരിത്രരേഖകളിൽ ഉള്ളതാണ്. അതായത് മതപരമായിട്ട് മുറിച്ചെടുത്ത് കൊണ്ടുപോയ രാജ്യം മതേതര രാഷ്ട്രമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ജിന്ന നടത്തിയെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള ചരിത്രം മുഴുവൻ രക്തരൂഷിതമായ സംഭവവികാസങ്ങളുടേതായിരുന്നു. പിന്നീട് അവിടുത്തെ പാകിസ്ഥാൻ എലീറ്റുകൾ സമ്പന്നരായിട്ടുള്ള ആളുകൾ അവിടെ തുടക്കം മുതൽ വളർന്നുകൊണ്ടിരുന്ന ഈ തീവ്രവാദികളെ പല ഘട്ടങ്ങളിലായിട്ട് ഉപയോഗിക്കുകയും സൈന്യവും ഇസ്ലാമിക ടെററിസ്റ്റുകളും ചേർന്ന് പലതരത്തിലുള്ള മോശം കാര്യങ്ങൾ പലയിടങ്ങളിലായിട്ട് ചെയ്യുകയും ഈ അല്ലെങ്കിൽ ഈ സംഘർഷ സാഹചര്യത്തിൻ്റെ തുടക്കത്തിൽ പോലും ഖാജ ആസിഫ് പറഞ്ഞു അമേരിക്കക്ക് വേണ്ടി ഡേർട്ടി ഗെയിംസ് ഒട്ടും ശരിയല്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾ പതിറ്റാണ്ടുകളോളം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ലോകം അത് അമ്പരപ്പോടെ എന്നാൽ അത്ഭുതത്തോടെ അല്ലാതെ കേൾക്കുകയും ചെയ്തു. അങ്ങനെ ധാർമ്മിക മൂല്യങ്ങളിൽ അടിയുറച്ച് നിന്ന് മുന്നോട്ട് സേഫായിട്ട് പോയ ഇന്ത്യയും ധാർമ്മിക മൂല്യങ്ങളിൽ നിൽക്കാനാകാതെ പോയ പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെയും പാകിസ്ഥാൻ എലീറ്റിൻ്റെയും പാകിസ്ഥാനിലെ ജനങ്ങളുടേതല്ല പാകിസ്ഥാൻ എലീറ്റിൻ്റെയും തമ്മിലുള്ള സംഘർഷത്തിൽ ആദ്യം മുതൽ തന്നെ ധാർമ്മികമായ വിജയം ഇന്ത്യക്കായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴത് സൈനികമായിട്ടുള്ള വിജയം എന്ന നിലക്ക് തന്നെ വന്നിരിക്കുന്നു. നിശ്ചയമായിട്ടും ഏതെങ്കിലും ഒരു ലോകരാഷ്ട്രം ഇന്ത്യൻ ഭരണകൂടത്തെയോ ഇന്ത്യൻ സൈന്യ നേതൃത്വത്തെയോ ഈ ഘട്ടത്തിൽ ഒരു വാക്കുകൊണ്ട് പോലും കുറ്റപ്പെടുത്തുകയില്ല എന്നതാണ് ഇന്ത്യ നേരിട്ടിരിക്കുന്ന ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ മെഡൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നിശ്ചയമായിട്ടും ഇപ്പോൾ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് കൂടെ അവകാശപ്പെട്ടതാണ്. സൈന്യത്തിൻ്റെ വഴിക്ക് വിടുക, ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള പ്രഷർ ആ നിലക്ക് പുറത്തേക്ക് വരാതിരിക്കുക, മാധ്യമങ്ങളോടടക്കം സംസാരിക്കാതെയും ഇരിക്കുക. സൈന്യമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. സൈന്യം തന്നെയും ബഹുസ്വരമായ ഇന്ത്യയുടെ സ്വഭാവ സവിശേഷതകൾ ഒത്തുണങ്ങിയിട്ടുള്ള ആളുകളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അത് ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുക എന്ന് വെച്ചാൽ നിശ്ചയമായിട്ടും ഈ ആശ്വാസകരമായിട്ടുള്ള സാഹചര്യത്തിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള തെരഞ്ഞെടുക്കലുകളെ തീരുമാനങ്ങളെ അഭിനന്ദിക്കുക എന്ന കാര്യം കൂടെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഞാൻ ഈ ഘട്ടത്തിൽ വിചാരിക്കുന്നത്. ഒരുപാട് വിവരങ്ങൾ ഇനിയും പുറത്തേക്ക് വരാനുണ്ട്. സ്വാഭാവികമായിട്ടും മറ്റു രാഷ്ട്രീയ കക്ഷികൾ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് എന്ത് എന്ന് വരും ദിവസങ്ങളിൽ നമ്മൾ കേൾക്കും. പക്ഷേ ഈ നിമിഷം നമ്മൾ നമ്മുടെ സർക്കാരിനെ നല്ല നിലക്ക് അഭിനന്ദിക്കുകയാണ് വേണ്ടതെന്ന് കൂടെ ഒരു തോന്നൽ എനിക്കുണ്ട്. ഉറപ്പായും ഈ സനീഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഒരുമയുടെ ഒരു വിജയം കൂടിയാണ് രാജ്യത്തെ സംബന്ധിച്ച് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. ആ പ്രതികരണങ്ങളാണ് രാജ്യത്താകമാനം ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നത്. കശ്മീർ മുതൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ പറയുന്നത് ആ വിധത്തിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രതികരണം ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ്. വെടിനിർത്തലിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങളും നാടും സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയാണ്. അതിർത്തിയിലെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള തീരുമാനം വിവേകപൂർണ്ണമാണ്.
കാര്യമാണ്. തീവ്രവാദ ശക്തികൾക്കെതിരായ ശക്തമായ നിലപാട് തുടരണമെന്നും അതേസമയം മുഖ്യമന്ത്രി പറയുകയാണ്. അതോടൊപ്പം തന്നെ നാടിന്റെ സമാധാനവും നാടിന്റെ പുരോഗതിയും പ്രധാനമാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അങ്ങനെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പ്രധാന നേതാക്കളും തുടങ്ങി രാജ്യത്ത് ആകമാനമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രധാനപ്പെട്ട നേതാക്കളും തീരുമാനത്തെ പൂർണ്ണാർത്ഥത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ത്യൻ ജനത സ്വാഗതം ചെയ്യുകയാണ്. TM ഹർഷനിലേക്ക് ഒരിക്കൽ കൂടി. ഹർഷൻ, ഇന്ത്യയുടെ ഐക്യത്തിന്റെ ഒരുമയുടെ ഒരു തെളിവ് കൂടിയാണ് ഇതിനെ അടയാളപ്പെടുത്തപ്പെടുമ്പോൾ ഇനി അറിയേണ്ടത് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം ഇനി ഏത് വിധത്തിൽ എന്നുള്ളതാണല്ലോ. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആദ്യഘട്ട ചർച്ച നടക്കുന്നു. തിങ്കളാഴ്ച രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് പോകും എന്ന് പറയപ്പെടുന്നു. അതിനിടയിൽ തന്നെ ഈ നയതന്ത്ര തലത്തിൽ ഇന്ത്യ തുടങ്ങി വെച്ച കാര്യങ്ങളെല്ലാം തന്നെ ഒരു യുദ്ധം എന്ന് പറയാവുന്ന തലത്തിലുള്ള നടപടികളെല്ലാം തന്നെ അവിടെ നിൽക്കുകയാണ്. പാകിസ്ഥാൻ വെള്ളം നൽകില്ല എന്നുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയതായി അറിയിപ്പൊന്നുമില്ല. ഇനി അക്കാര്യങ്ങളിലെല്ലാം തന്നെ ചർച്ച നടത്തേണ്ടതാണ്. ഹർഷൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഹൽഗാമിന്റെ ഉത്തരവാദികൾ ആര്, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, രാജ്യത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം നിൽക്കുകയാണല്ലോ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ അല്ലെങ്കിൽ നയതന്ത്ര കാര്യങ്ങൾ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകാൻ സാധ്യത? നയതന്ത്ര തലത്തിൽ ഇന്ത്യ തുടങ്ങി വെച്ച നടപടികൾ ഇനി ഏത് വിധത്തിലായി? തീർച്ചയായും അത്തരം കാര്യങ്ങളിലേക്ക് തന്നെ ആയിരിക്കും 12-ാം തീയതി ആരംഭിക്കുന്ന ചർച്ച. അത് എന്തെല്ലാം വിഷയങ്ങളായിരിക്കും ചർച്ച ചെയ്യുക, എവിടെയാണ് ചർച്ച, എന്താണ് ചർച്ചയുടെ സ്വഭാവം എന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. എങ്കിൽ കൂടി അത് കശ്മീർ അതിനകത്തൊരു ഘടകമാകില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഇന്ത്യ കശ്മീരിൽ ഒരു മൂന്നാം കക്ഷിയെ ഇടപെടാൻ താല്പര്യപ്പെടുന്നില്ല. അതായത് കശ്മീർ എന്ന വിഷയമായിരിക്കില്ല, പകരം ഭീകരതയ്ക്കെതിരായ പോരാട്ടം എന്നതോ ഭീകരാക്രമണം എന്നതോ മാത്രമായിരിക്കും ഇനി അങ്ങോട്ടുള്ള ചർച്ച. അതുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനങ്ങൾ മാത്രമായിരിക്കും ചർച്ച. സ്വാഭാവികമായും പാകിസ്ഥാൻ എല്ലാ കാലത്തും ഈ ഭീകരാക്രമണത്തിൽ പോലും അവരുടെ പല ലക്ഷ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ കശ്മീർ വിഷയത്തെ അന്താരാഷ്ട്ര വേദികളിൽ കൊണ്ടുവരികയും മൂന്നാം കക്ഷിയെ ഇടപെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ്. പക്ഷേ ആ കാര്യത്തിൽ ഇന്ത്യ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കും എന്ന് തന്നെയാണ് ഉറപ്പിച്ച് ഈ ഘട്ടത്തിലും പറയാനുള്ളത്. കാര്യം ഇവിടെ ഒരു സംഘർഷ സാഹചര്യത്തിൽ അതിൽ പ്രശ്നപരിഹാരത്തിനായി അമേരിക്ക ഇടപെടുന്നു, ട്രംപ് ഇടപെടുന്നു, മാർക്ക് റൂബിയോയുടെ ചർച്ച ദീർഘമായ ചർച്ച നടക്കുന്നു. അതൊക്കെ വാസ്തവമാണ്. പക്ഷേ അതെല്ലാം ആ സംഘർഷത്തെ ലഘൂകരിക്കാനോ ആ പ്രശ്നത്തെ അവസാനിപ്പിക്കാനോ വേണ്ടിയുള്ള ചർച്ച മാത്രമാണ്. കശ്മീർ പ്രശ്നത്തെ ആ വിഷയത്തോട് കൂട്ടിച്ചേർക്കില്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിലും ഉറപ്പിച്ചു പറയാൻ കഴിയും. ഇന്ത്യയുടെ നിലപാട് അതുതന്നെയായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏത് ഭീകരാക്രമണത്തെയും രാജ്യത്തിന് നേരെയുള്ള ആക്രമണമായി യുദ്ധമായി തന്നെ കരുതിക്കൊണ്ട് പ്രതികരിക്കും എന്ന നിലപാട് ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നു. നമുക്കറിയാം, മുമ്പ് അമേരിക്ക അടക്കം ഇതേ നിലപാട് തന്നെയാണ് ഭീകരാക്രമണത്തോട് സ്വീകരിക്കുന്നത്. സീറോ ടോളറൻസ് ആണ് ഭീകരാക്രമണത്തോടുള്ളത്. ഇനി അങ്ങനെ ആയിരിക്കുമെന്നുള്ള സൂചന സൈന്യം തന്നെ മുമ്പേ നൽകിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ പാകിസ്ഥാനെതിരായ സൈനിക നടപടി ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഇത് വിശദീകരിക്കുമ്പോൾ ഇനി അങ്ങോട്ട് ഇത് ടോളറേറ്റ് ചെയ്യാൻ ഇന്ത്യ ഇല്ല എന്നുള്ള നിലപാട് തന്നെ പരസ്യമായി പ്രഖ്യാപിക്കുന്നത് തീർച്ചയായും സർക്കാരിൻ്റെ നിലപാട് തന്നെയാണ്. ആ നിലപാട് ഉറപ്പിച്ചു പറയാനുള്ള ഒരവസരമായി തന്നെ ഇനി അങ്ങോട്ടുള്ള ചർച്ചകളെ വിനിയോഗിക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. മറ്റൊന്ന്, ഏത് സമാധാന ചർച്ചയെങ്കിലും സ്വാഭാവികമായും പരസ്പരമുള്ള വിട്ടുവീഴ്ചകൾ ഒരു പ്രധാന ഘടകമാകും. ഈ ഇന്ത്യ പാക് നദീജല കരാറുമായി ബന്ധപ്പെട്ട് അത് സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്തിരുന്നത് ഇന്ത്യ. അതുമാത്രമല്ല, അതൊരു പൂർണ്ണാർത്ഥത്തിൽ നടപ്പാക്കണമെങ്കിൽ 10-25 വർഷമെങ്കിലും എടുക്കുന്ന ഒരു ബൃഹത് പദ്ധതിയായി മാറേണ്ടി വരും. ഏതായാലും ആ നിലയ്ക്കൊന്നും അതിനെ എസ്കലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഇന്ത്യ തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകളിലൂടെ ആ പ്രശ്നവും പരിഹരിക്കാനായിരിക്കും സാധ്യത. മറ്റോരോ വിഷയങ്ങളിലും ആ നിലയ്ക്ക് ചർച്ച ചെയ്തുള്ള ഒരു പരിഹാരത്തിലേക്ക് മാത്രമാവും പോവുക. അതോടൊപ്പം തന്നെ ഈ IMFന്റെ ലോൺ പാകിസ്ഥാൻ അനുവദിച്ചത് അത് ഭീകരാക്രമണത്തിന് വേണ്ടി അവർ ആ പണം വിനിയോഗിക്കും എന്ന് തന്നെയാണ് ആവർത്തിച്ച് ഈ ദിവസങ്ങളിലും ഇന്ത്യ പറഞ്ഞുകൊണ്ടിരുന്നത്. $1 ബില്യൺ പാകിസ്ഥാൻ അനുവദിച്ചിട്ടുണ്ട്. ഇനി ബാക്കി തുക കൂടി അനുവദിച്ചാൽ അത് ഇന്ത്യയെ ആക്രമിക്കാനായിരിക്കും ഇവർ പ്രയോജനപ്പെടുത്തുക, അല്ലാതെ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിരിക്കില്ല എന്നതാണ് ഇന്ത്യയുടെ സമീപനം. ആ നിലപാട് ഇനി നടക്കുന്ന ചർച്ചകളിലും ഇന്ത്യ ആവർത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നീക്കങ്ങളിൽ ഇപ്പോൾ ഇത്തവണ ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്ന് അതിൻ്റെ തീരുമാനം എടുക്കാനുള്ള വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിൽക്കുകയായിരുന്നു. തുടർന്നങ്ങോട്ട് ഇന്ത്യ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ ആ ചർച്ചയിൽ ഒരു ഇന്ത്യയുടെ നിലപാട് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാൻ കഴിയുക. മറ്റൊന്ന് പിന്നിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ 26 പേരെ കൊലപ്പെടുത്തിയതിനു ശേഷം അതിർത്തി കടന്ന് പോയ, അല്ലെങ്കിൽ അതിർത്തി കടന്നു എന്ന് തന്നെ നമുക്കറിയില്ല, ആ ഭീകരരുണ്ടല്ലോ, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംബന്ധിച്ച് ചർച്ചകൾക്ക് ഇന്ത്യ തയ്യാറാകും എന്നത് തന്നെയാണ് നമുക്ക് കരുതാനാവുക. അവരെ
അതിർത്തി കടന്നിട്ടുണ്ട് എന്നാണ് ഇന്ത്യ കണ്ടെത്തുന്നതെങ്കിൽ അവരെ കൈമാറുന്നത് സംബന്ധിച്ചുള്ള നടപടികളിലേക്ക് പോകണമെന്നുള്ള ആവശ്യം ഇന്ത്യ ഉന്നയിക്കും. നമുക്കറിയാം 2008 ഇന്ത്യയിൽ ആക്രമണം നടന്നതിന് ശേഷം ഇവിടെ മുംബൈയിൽ ഭീകരാക്രമണം നടന്നതിന് ശേഷം ഇന്ത്യ സ്വീകരിച്ച നിലപാട് ഏതാണ്ട് സമാനമായ മട്ടിൽ തന്നെയായിരുന്നു. അന്താരാഷ്ട്ര വേദികളിലുമെല്ലാം ഇന്ത്യ ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ സഹകരിക്കണമെന്നുള്ള നിലപാട് ആവർത്തിച്ചു. അതിൽ സഹകരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങനെ അഭിനയിക്കാനെങ്കിലും പാകിസ്ഥാൻ തയ്യാറായി ഒരു ഘട്ടത്തിൽ എന്നതാണ് യാഥാർത്ഥ്യം. അത് നമുക്ക് ഓർമ്മയിലുണ്ടാവണം. അതിന് സമാനമായി ഇക്കാര്യത്തിലും ഇന്ത്യ ഒരു നിലപാടെടുക്കും എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. അന്ന് 2008 ഒരു ആക്രമണത്തിൻ്റെ സാഹചര്യം, പരസ്പരമുള്ള ഒരു ആക്രമണത്തിൻ്റെ സാഹചര്യം എന്തായാലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ കാര്യത്തിൽ അത്തരമൊരു ആക്രമണത്തിലേക്ക് പോകാതിരിക്കാനും കൂടുതൽ സംഘർഷഭരിതമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാനും വേണ്ട വിഷയങ്ങളായി അവതരിപ്പിച്ചിരുന്നത് ഇതിൻ്റെ തുടർ അന്വേഷണത്തിലുള്ള സഹകരണമാണ്. തീർച്ചയായും ഈ അന്വേഷണത്തിലുള്ള സഹകരണം, ഭീകരവാദത്തെ ഇല്ലാതാക്കുന്നതിലുള്ള സഹകരണം, ഇതെല്ലാം ഇന്ത്യ ആവശ്യപ്പെടും. ആ നിലയ്ക്ക് സഹകരിക്കാൻ പാകിസ്ഥാന് പറ്റുമോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കാരണം നമുക്ക് അറിയാം, ഈ റൌഫ് മസൂറിൻ്റെ അടക്കം കൊലപാതകത്തിന് ശേഷം, അവരെ ഇന്ത്യ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം അവരുടെ എല്ലാം ഈ മയ്യത്ത് നമസ്കാരങ്ങളിൽ പോലും ഇവരെല്ലാവരും ഒരുമിച്ച്, ഈ ഭീകരവാദികളും സേന വിഭാഗത്തിലുള്ള ആളുകളും ഒരുമിച്ച് പങ്കെടുക്കുന്ന കാഴ്ച തന്നെ ഇന്ത്യക്ക് പരസ്യമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്ക് എല്ലാ വിഷയത്തിലും ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്ന നടപടിക്രമങ്ങളിലെല്ലാം കൃത്യമായ തെളിവ് ഹാജരാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യത്തിൽ ഒഴികെ, അത് നമുക്കത് പറഞ്ഞു പോകണമല്ലോ, അത് ഈ പഹൽഗാമിൽ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് മുന്നിൽ തന്നെ തെളിവ് അവതരിപ്പിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് എന്നത് ഒരിക്കൽ കൂടി പറയാം. ഓക്കെ, TM ഹർഷനും സനീഷും ന്യൂസ് മലയാളം ന്യൂസ് ഡയറക്ടേഴ്സാണ് വളരെ വിശദമായ അവലോകനങ്ങളും വിവരങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്. സമാധാനത്തിൻ്റെ വെള്ളക്കൊടി ഉയർന്നിരിക്കുകയാണ് അതിർത്തിയിൽ. അത് രാജ്യത്തിനാകെ നൽകുന്നത് സമാധാനമാണ്, ലോകത്തിനാകെ നൽകുന്നത് സമാധാനമാണ്. ന്യൂസ് മലയാളത്തിൻ്റെ സ്ക്രീൻ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സമാധാനത്തിൻ്റെ അടയാളമായിട്ടുള്ള ഒരു വെള്ളരിപ്രാവ് അത് രാജ്യത്തിൻ്റെ അതിർത്തിയിലൂടെ പറക്കുകയാണ്. അപ്പോഴും 26 ജീവനുകൾക്ക് കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നു ഇന്ത്യ എന്നുള്ളത്. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചിരിക്കുന്നു ഇന്ത്യ എന്നുള്ളത് പാകിസ്ഥാനെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ ഭീകരതയെ പിന്തുണച്ചു കഴിഞ്ഞാൽ ഇന്ത്യ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് വളരെ കൃത്യമായ കാര്യമാണ്. പക്ഷേ ലോകം ആശങ്കപ്പെട്ടതുപോലെ 2 ആണവ ശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഇവിടെ ഒഴിവായിരിക്കുകയാണ്. അത് ഭൂമി എന്ന് പറയുന്ന സൗരയൂഥത്തിലെ വളരെ ചെറിയൊരു ഗ്രഹത്തിന് ഇനിയും അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ അത് താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. അതിൽ അവധാനതയോടുകൂടിയുള്ള ഇടപെടൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. പാകിസ്ഥാനും വെടിനിർത്തിയിരിക്കുകയാണ്.